നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയ സംഭവം വഷളായി തുടരുന്നു. ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്ത്യ അനാവശ്യമായി ഇടപെടുന്നു എന്ന ആക്ഷേപവുമായി ബംഗ്ലാദേശ് സർക്കാരും രംഗത്ത് വന്നു. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസ് വിമർശിച്ചു. ഇന്ത്യൻ മാധ്യമങ്ങൾ അവർക്ക് തോന്നിയതുപോലെ വാർത്തകൾ വളച്ചൊടിക്കുന്നു. ഇതിനെതിരെ ബംഗ്ലാദേശി മാധ്യമപ്രവർത്തകർ അണിനിരക്കണം. മികച്ച മാധ്യമപ്രവർത്തകർ ഇവിടെയുമുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യൻ സർക്കാർ അനാവശ്യമായി ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് ആരോപിച്ച ധാക്ക സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. വിദ്യാർത്ഥികൾ ഇന്ത്യൻ ദേശീയ പതാകയെ അവഹേളിക്കുന്ന അവസ്ഥയുമുണ്ടായി. ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാകയിൽ ചവിട്ടി നടക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ സംഭവം ഇന്ത്യയിലുടനീളം വ്യാപകമായ ജനരോഷത്തിന് കാരണമായിരിക്കുകയാണ്. ബംഗ്ലാദേശ് യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ധാക്ക യൂണിവേഴ്സിറ്റി, നൊഖാലി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലാണ് ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് അവഹേളനം നേരിട്ടത്. സർവകലാശാലകളുടെ കവാടത്തിലാണ് നിലത്ത് ഇന്ത്യയുടെ പതാക പെയിന്റ് ചെയ്തിരിക്കുന്നത്. നൊഖാലി സർവകലാശാലയിൽ ഇന്ത്യയുടെ പതാകയോടൊപ്പം ഇസ്രായേലിന്റെ പതാകയും കാണാം. പതാകയിലൂടെ വിദ്യാർത്ഥികൾ ചവിട്ടി നടക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സാമൂഹിക മാധ്യമങ്ങൾ ഇന്ത്യക്കാർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിലുൾപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്നും ബംഗ്ലാദേശ് വിദ്യാർത്ഥികളെ നാടുകടത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ ബംഗ്ലാദേശ് പൗരന്മാരെ സ്വീകരിക്കില്ലെന്ന സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രി. അതിർത്തിയിൽ നിന്നടക്കം വരുന്ന ബംഗ്ലാദേശികളായ ആർക്കും ആശുപത്രിയിൽ ചികിത്സ നൽകരുതെന്നാണ് ജയൻ റായി ആശുപത്രി അധികൃതർ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ ബംഗ്ലാദേശിൽ വർദ്ധിക്കുകയാണെന്നും ഇന്ത്യൻ പതാകയെ അവർ അപമാനിച്ചെന്നും അതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു സർക്കുലർ ഇറക്കിയതെന്നും ആശുപത്രി അധികൃതർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ത്രിവർണ്ണ പതാകയെ അപമാനിക്കുന്നവരെ ചികിത്സിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇന്ത്യ മുന്നിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. എന്നാൽ ഇന്ന് ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. മറ്റ് ആശുപത്രികളും സമാനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ജയൻ റായി ആശുപത്രി ഡയറക്ടർ സുബ്രാൻഷു ബക്ത വ്യക്തമാക്കിയത്. നേരത്തെ ഗൈനക്കോളജിസ്റ്റായ ഇന്ദ്രാനിൽ ഷായും ഇതേ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിന് ഇരട്ടത്താപ്പെന്ന വിമർശനവുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ നിയമകാര്യ ഉപദേഷ്ടാവ് ആസിഫ് നസറുലും രംഗത്തു വന്നു. ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇന്ത്യൻ സർക്കാരിന് പ്രശ്നമല്ല, അതിലിടപെടാത്ത ബംഗ്ലാദേശിലെ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തുകയാണെന്നും നസറുൽ പറഞ്ഞു. ഹിന്ദു ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ച സാഹചര്യത്തിലായിരുന്നു പ്രതികരണം. ഇന്ത്യയിൽ ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് നേരെ രൂക്ഷമായ അതിക്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ആ സംഭവങ്ങളിലൊന്നും ഇന്ത്യക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ഹിന്ദുക്കൾ അതിക്രമം നേരിടുന്നുവെന്ന് പറയുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അപലപനീയവും എതിർക്കപ്പെടേണ്ടതുമാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ മുമ്പുണ്ടായിരുന്ന അവാമി ലീഗ് സർക്കാരിനേക്കാൾ മികച്ചതാണ് ഇടക്കാല സർക്കാർ എന്ന സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുവെന്നും ആസിഫ് നസറുൽ പറഞ്ഞു. ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ അക്രമ സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ ഇറങ്ങിയിരുന്നത്. ഇതോടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കവും രൂക്ഷമായിരിക്കുകയാണ്. രാജ്യവിരുദ്ധ നിയമം ചുമത്തിയാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസ് നിലവിൽ ചിറ്റഗോങ് ജയിലിലാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ, ക്ഷേത്രങ്ങൾ, മതപരമായ സ്ഥലങ്ങൾ എന്നിവയ്ക്കെതിരായി വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു.